ഗഡിയോളെ ഓസ്ട്രേലിയ വന്നിട്ട് കങ്കാരുവിനെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പം നമ്മൾ നല്ല കങ്കാരുവിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു ബി ഇൻസ്പയർഡ് ബൈ ലിജോ. ആദ്യമായിട്ട് കങ്കാരു കഴിക്കാൻ പോണേ. ടേസ്റ്റ്. അപ്പാപ്പനും അമ്മയും ജീവിതത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിനെ കണ്ട നിമിഷം അത്. അന്ന് വിചാരിച്ച ഇത്തിരി കങ്കാരുവിൻ്റെ ഇറച്ചി മേടിക്കണം എന്നുള്ളത്. ഞങ്ങളും ആദ്യമായിട്ടാ കങ്കാരുവിൻ്റെ ഇറച്ചി കഴിക്കണേ. അപ്പോൾ ഈ കങ്കാരു വിവിധ ഇനത്തിലുണ്ട്, വർഗത്തിലുണ്ട്. അപ്പോൾ അതിലൊരു വിഭാഗമാണ് ഈ ഓടി കിടക്കണത്. പക്ഷേ റിയൽ കങ്കാരു അത്യാവശ്യം നമ്മളെക്കാൾ ഹൈറ്റുള്ള സാധനമാണ്, പെടാ സാധനം. അതിനെയാണ് ഈ മാർക്കറ്റിൽ ഇറച്ചിയായിട്ട് വരുന്നത്. ഈ സാധനം ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകളിലുണ്ട്. ഏകദേശം 61 രാജ്യങ്ങളിലേക്ക് ഇവിടുത്തെ കങ്കാരുവിനെ കയറ്റിവിടുന്നുണ്ട്. പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഇവിടുത്തെ ഫാമിൽ ഉണ്ടാക്കണമല്ല, റിയൽ കാട്ടിലെ കങ്കാരുവിനെ വെടിവെക്കാനൊക്കെ പെർമിഷൻ ഉള്ളവർ ആ ഏരിയയിലൊക്കെ പോയി പിടിച്ച് കയറ്റി വിടുന്ന, പ്രോസസ്സ് ചെയ്ത് വിടുന്ന ഇറച്ചിയാണത്. അപ്പോൾ നമ്മൾ $1 കിലോ കങ്കാരു മേടിച്ചിട്ടുള്ളത് ഇത് $9. ഏകദേശം ഒരു $15 തൊട്ട് $30 വരെ വില വരുന്നുണ്ട് കങ്കാരുവിന് കേട്ടോ. അപ്പം കങ്കാരു എന്ന് പറയുന്ന സാധനം റെഡ് മീറ്റ് ആണ്. അതിൻ്റെ കളർ കണ്ട. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. നന്നായി ഒന്ന് കഴുകുക. ചെറിയ മൊയിലിൻ്റെ ഇറച്ചിയൊക്കെ പോലെ ചെറിയൊരു മണം തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വിനെഗറൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നെയ്യില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് അത്യാവശ്യം ഉപ്പിടുക. എന്നിട്ട് ഒരു നുള്ള് വിനെഗറും കൂടെ നമ്മളങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്, നമ്മുടെ വിനാഗിരി. അപ്പോൾ ആ എന്തെങ്കിലും ഉളുമ്പ് മണം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ആടിൻ്റെ ഇറച്ചിയിലൊക്കെ ഈ പ്രക്രിയ ചെയ്യാറുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി അങ്ങോട്ട് വാരിയെടുക്കുക. അപ്പോൾ അതാണ് ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കറി ആയിട്ടാണ് നമ്മൾ വെക്കണേ. ഇതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ നെയ്യില്ല, അതാണ് ഒരു ഗുണം. ആകെ കൂടെ 2.3% അങ്ങനെയാണുള്ളത്. മൊത്തം പ്രോട്ടീനാണ്, പക്ക ലാഭം. പക്ഷേ മറ്റേ പ്രോട്ടീൻ അധികമാവണ അസുഖമുള്ള ആൾക്കാരൊന്നും ഇത് കഴിക്കാൻ നിൽക്കണ്ട. പക്ഷെ വല്ലപ്പോഴും കഴിക്കണോണ്ട് തെറ്റില്ല കേട്ടോ. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടുക. നമ്മുടെ പോത്തിറച്ചി വെക്കുന്ന അതേ സാധനങ്ങൾ തന്നെ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ നമ്മുടെ പച്ചമുളക്, സബോള, വേപ്പില, അങ്ങനെ ഇത്യാദി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് സബോള അരിയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുക്കറിൽ ഇട്ടിട്ടാണ് നമ്മൾ വെക്കണേ. അപ്പം ഡ്രൈ കങ്കാരു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മസാലയൊക്കെ പുരട്ടി വെച്ച് നമുക്ക് വേവിച്ചെടുത്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുക്കറിൽ അങ്ങോട്ട് ഇട്ടിട്ട് സെറ്റപ്പ് കറി വേഗത്തിൽ വരണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഒരു കിലോന് $18 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ 1000 രൂപ അടുത്ത് വരുന്നുണ്ട്. ഈ സാധനം പോത്തിറച്ചിയേക്കാൾ നല്ലതാണ്, ഡിമാൻഡാണ്. എന്തുകൊണ്ടാണ് വില കൂടണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫാമായിട്ടൊന്നല്ല ഉണ്ടാക്കണേ, കാട്ടിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് വെടിവെച്ച് കൊണ്ടുവന്നിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ കലാപരിപാടി ആരംഭിക്കാം. ഇത്തിരി ഉപ്പ് അങ്ങോട്ട് ഇടുക. ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ട് ആ കുക്കറിലേക്ക് ഇടുക. ആ കങ്കാരു അങ്ങോട്ട് ഇടുക. അപ്പോൾ അത്ര സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, നമ്മൾ മലയാളികൾക്ക് മസാലക്കൂട്ടില്ലാതെ എന്ത് കാര്യം. മല്ലി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, മുളക് പൊടി ആവശ്യത്തിന്. ഓസ്ട്രേലിയയിൽ അധികം എരിവില്ല, എന്നാലും മലയാളികൾക്ക് എരിവ് മറക്കാൻ പറ്റില്ല. പിന്നെ ഇത്തിരി പെരിഞ്ജീരകം, നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി ആവശ്യത്തിന് അതെല്ലാം അങ്ങോട്ട് ഇടുക. എന്നിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് പിടിപ്പിക്കുക. എന്നിട്ടുണ്ടല്ല, ഇനിയാണ് കാര്യം. ഇനി നമ്മുടെ ഇച്ചിരി വെള്ളം ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ അങ്ങോട്ട് വെക്കും. അപ്പം ഈ കുക്കർ ഒരു 4 വിസിലാണ് മാക്സിമം. പോത്തിൻ്റെ അതേ വേവാണ്, ഫാറ്റ് ഇല്ലാത്ത കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. പക്ഷെ സ്ലോ കുക്കാണ് അവർ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ഒരു വിസിലടിച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 3 വിസിലും കൂടെ അങ്ങ് അടുപ്പിക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റിയേ വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിനകത്തേക്ക് അങ്ങോട്ട് കടുക് ഇടുക. അതങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ആ വെടിക്കെട്ടങ്ങ് നടക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇത്തിരി വറ്റൽമുളക് ഇടുക. അപ്പോൾ ഓസ്ട്രേലിയയാണ്, ഫയറലാം അടിക്കരുത്. വേപ്പിലിടുക. തരങ്ങും മുറുങ്ങങ്ങ് പൊട്ടട്ടെ. മണം പരക്കുന്നു. ആഹാ, കൂട്ടാൻ കാച്ചുന്ന മണം. എന്ത് നല്ല മണം അല്ലേ. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ സബോളയുടെ ബാക്കിയുള്ള അതിനകത്തേക്ക് ഇടുക. അതുകൊണ്ട് സബോള ഇത്തിരി കൂടുതൽ അരിയാൻ പറഞ്ഞു.
എന്നിട്ട് അങ്ങനെ നന്നായി വഴറ്റി അങ്ങ് എടുക്കുക. ഇവിടെ വന്നിട്ട് ഒത്തിരി പേരോട് ചോദിച്ചു കേട്ടോ, കങ്കാര് കഴിച്ചോന്ന്. ഇവിടെ ഒത്തിരി നാളായിട്ടുള്ളവർ പോലും കഴിച്ചിട്ടില്ലാന്ന്. സങ്കടം തോന്നും. നമ്മുടെ ബീഫ് മാറി നിൽക്കും, അമ്മാതിരി ടേസ്റ്റ്. കിടു സാധനം, കഴിക്കേണ്ടത് തന്നെ. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് അങ്ങോട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ സാധനം കിടു സാധനം റെഡിക്ക് നമ്മുടെ ബീഫിൻ്റെ റിയൽ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മൊയിലിൻ്റെ ഇറച്ചി പോലെ ഒരു മണം വരും ആദ്യം. അത് ആ വിനെഗർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. കുറച്ചുകൂടി വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുക, ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലകൾ ഒന്നുകൂടി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും അതെല്ലാം ഇട്ടിട്ട് നമ്മളൊന്നുകൂടി ഗരം മസാലയും ഇട്ടിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് മൂപ്പിച്ചങ്ങ് എടുക്കുക. അപ്പം നന്നായി മൂത്ത് കഴിയുമ്പോൾ ആ കങ്കാരു വേവിച്ചതിൻ്റെ ആ സ്റ്റോക്കില്ലേ അത് അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് ഒരു തിളയ്ക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് നല്ല കിടു സാധനം കേട്ടോ. അങ്ങനെ നമ്മളതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ കങ്കാരു അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് വേവ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് തന്നെ ഇരിക്കട്ടെ, മണം പരക്കട്ടെ. അങ്ങനെ നമ്മുടെ കങ്കാരു കറി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ സാധനം കഴിക്കേണ്ട സാധനം തന്നെയാണ്. ഇതുവരെ നിങ്ങൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വെക്കണം. അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് 61 രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പുറത്താണെങ്കിൽ മേടിക്കുക, വെക്കുക. തനി ബീഫ് തന്നെ, ഞാൻ ഗ്യാരണ്ടി. ഇപ്പം ടേസ്റ്റ് ഒക്കെ മറന്നു പോകണ്ടാട്ടാ. മലയാളികൾക്ക് പ്രത്യേകിച്ച് കെട്ടിയന്മാർക്ക് ഒരു ഇഷ്ടമുള്ള സാധനമാണ് ടേസ്റ്റ് നോക്കുക എന്നുള്ളത്. അത് ഭാര്യമാർ ആ ദൗത്യം ഭംഗിയായി അങ്ങോട്ട് ചെയ്യും. അവസാനം ഒരു ഇത്തിരി ഗരം മസാല ഇടുന്നത് ആ സ്മെല്ലങ്ങ് ഉന്തിച്ചങ്ങ് നിൽക്കും. പിന്നെ ഡ്രൈ ആ വേണ്ടെങ്കിൽ നന്നായി തിളച്ചാൽ വെള്ളം പറ്റിക്കോളും. ഇതിപ്പോൾ നല്ല സെറ്റപ്പ് സാധനമായി കണ്ട. അങ്ങോട്ട് സെർവ് ചെയ്യുക. ഇറക്കണേക്കാകുമ്പോ ഡയലോഗ് പറയാൻ പാടില്ല. നല്ലതാണോ? സൂപ്പറാണോ? എത്രത്തോളം സൂപ്പറാ? നിനക്ക് ഇഷ്ടായ? നല്ല ടേസ്റ്റ് സാധനത്തിന്. കങ്കാരു നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എരിവ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ. എന്തിന്റെ ടേസ്റ്റ്? എനിക്ക് പോത്തിറച്ചിയുടെ ടേസ്റ്റാണ്. പക്ഷെ ആ സാധനത്തിന്റെ ഓർമ്മ വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. ഓർമ്മ വരണ്ട. അപ്പോൾ ഈ കങ്കാരുക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണും വരെ വണക്കം.